നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തീർന്നു എന്ന് കരുതിയിടത്ത് നിന്ന് അതിശക്തമായി തിരിച്ചു വന്ന് അവിശ്വസനീയമായ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് FC ബാഴ്സലോണ. കളി തീരാൻ 20 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ സിറ്റ് ബാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്രവണതയുള്ള ടീമിനോട് 2-0 പുറകിൽ നിന്നാ എന്താ അതിനർത്ഥം? കഴിഞ്ഞു, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നല്ലേ? പക്ഷേ അതല്ല, ഇത് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സയാണ്. ഈ ടീം ഏത് നിമിഷവും എന്തും ചെയ്യും. കാരണം അത്തരത്തിലുള്ള ഊർജ്ജസ്വലരായ ഒരു കൂട്ടം യുവാക്കളാണ് ആ ടീമിൻ്റെ ശക്തി. അത് തന്നെയാണ് മെട്രോപൊളിറ്റനോയിൽ കണ്ടത്. 2-0 ലീഡ് എടുത്ത് ആശ്വാസത്തോടെ നിന്ന സിമിയോണിയെയും സംഘത്തെയും വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് FC ബാഴ്സലോണ. 4-2 വിജയമാണ് കളി കഴിയുമ്പോൾ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ബാഴ്സയ്ക്ക് വേണ്ടി ഫെറാൻ ടോറസ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ റോബർട്ട് ലെവൻഡോസ്കിയും ലാമിൻ യമാലും ഓരോ ഗോളുകൾ കണ്ടെത്തി. മറുഭാഗത്ത് ഹുലിൻ ആൽവാരസും സൊർലോത്തുമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗോളുകൾ കണ്ടെത്തിയിരുന്നത്. മെട്രോപൊളിറ്റനോയിൽ നടന്ന മത്സരത്തിൽ ആന്റോയിൻ ഗ്രീസ്മാനും ഹുലിൻ ആൽവാരസും ചേർന്നുകൊണ്ട് അത്ലറ്റിക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. മറുഭാഗത്ത് റോബർട്ട് ലെവൻഡോസ്കിയും റാഫിഞ്ഞയും ഡാനി ഓൽമോയും ലാമിൻ യമാലുമാണ് ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിക്കാനിറങ്ങിയത്. കളിയുടെ 45-ാമത്തെ മിനിറ്റിൽ ഹുലിൻ ആൽവാരസിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡെടുത്തു. ഇപ്പോൾ കഴിഞ്ഞ 4 ലാലിഗ മത്സരങ്ങളിലും ഗോളടിച്ച് മികച്ച പ്രകടനം തുടരുകയാണ് ഹുലിയൻ ആൽവാരസ്. കളി പുരോഗമിക്കുക 60 മിനിറ്റ് ആകുമ്പോൾ ഈ ഒരു ഗോളിൻ്റെ ലീഡ് മതി, അതിൽ പിടിച്ചു നിൽക്കാമെന്ന തോന്നലിലാവണം സിമിയോണി ഹുലിൻ ആൽവാരസിനെ പിൻവലിച്ചു. സൊർലോത്ത് വന്നു, സൊർലോത്തും അടിച്ചൊരു ഗോൾ 70-ാമത്തെ മിനിറ്റിൽ. അങ്ങനെ ബാഴ്സയ്ക്ക് മേൽ അവർക്ക് നല്ല ആധിപത്യം. എന്നാൽ അവിടെ തിരിഞ്ഞു കളി പിന്നെ വേറെ ലെവൽ ബാഴ്സയാണ് നമ്മൾ കാണുന്നത്. റോബർട്ട് ലെവൻഡോസ്കി 72-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ മടക്കിയടിക്കുന്നു. തൊട്ടു പിന്നാലെ റാഫിഞ്ഞയുടെ അസിസ്റ്റിൽ നിന്ന് ടോറസിന്റെ ഗോൾ പിറക്കുന്നു. ടോറസ് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് 65 മിനിറ്റിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നയാളാണ്. അദ്ദേഹം 78-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിക്കുന്നു. ബാഴ്സലോണ ഒപ്പമെത്തുന്നു. തൊട്ട് പിന്നാലെ എന്തും സംഭവിക്കുമെന്ന രൂപത്തിലേക്ക് കളി മാറുമ്പോൾ ആരാധകർ ആവേശത്തിന്റെ പരകോടിയിൽ നിൽക്കുന്നു. ഇഞ്ചുറി ടൈമിലേക്ക് കളി കടക്കുന്നു. അതെ, മറ്റാരുമല്ല, വണ്ടർ ബോയ് ലാമിൻ യമാൽ ഒരിക്കൽ കൂടി പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് നിന്നടിച്ച് ഷോട്ട് വലയിലേക്ക് കയറുന്നു. ബാഴ്സലോണ വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അവിടെ നിന്നില്ല, വീണ്ടും ഒരു ഗോൾ കൂടി ഫെറാൻ ടോറസ് നേടിയപ്പോൾ 2-4 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ FC ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നു. വിജയത്തോടു കൂടി ലാലിഗ പോയിന്റ് പട്ടികയിൽ വീണ്ടും 1-ാം സ്ഥാനത്തേക്ക്, അതും ഒരു കളി കുറച്ച് കളിച്ചുകൊണ്ട് ബാഴ്സലോണ സേഫായിട്ട് എത്തുന്നു. 27 കളികൾ 60 പോയിന്റുമായി ബാഴ്സ ഒന്നാമത്, 28 കളികൾ 60 പോയിന്റുമായിട്ട് റയൽ രണ്ടാമത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് 28 കളിയിൽ 56 പോയിന്റേ ഉള്ളൂ. 4 പോയിന്റിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്തുള്ള ബാഴ്സയുമായിട്ട് അവർക്കുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.